പശ്ചിമേഷ്യയിലെ ഗസയിൽ വെടിനിർത്തൽ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നു. വെടിനിർത്തലും ബന്ദിമോചനവും ഉൾപ്പെടെ മധ്യസ്ഥ കരാറിൻ്റെ കരട് ഇസ്രയേലിനും ഹമാസിനും കൈമാറിയെന്ന് വാർത്ത. ദോഹയിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകളുടെ പുരോഗതി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വിലയിരുത്തിയതായി വൈറ്റ് ഹൗസ് സ്ഥിരീകരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി മധു കൊട്ടാരക്കര നമുക്കൊപ്പം തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. VP ജെയിംസ് അവിടെ ഇരുന്നുകൊണ്ട് ഈ വാർത്ത കാണുന്നുണ്ട്. സൂക്ഷിച്ച് വിദേശ വാർത്തകൾ കൈകാര്യം ചെയ്യണം. ജെയിംസ് സാറുമായിട്ട് രാവിലെ സംസാരിച്ചായിരുന്നു ഈ വാർത്തയെ സംബന്ധിച്ച്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെയും കൂടെ വിവരങ്ങൾ വെച്ചാണ് നമ്മൾ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വിവരങ്ങൾ SKN ഒടുവിൽ ദോഹയിൽ നിന്ന് പ്രതീക്ഷയുടെ ചില വാർത്തകൾ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ലോകം, പ്രത്യേകിച്ച് അമേരിക്കയും അമേരിക്കയുടെ സഖ്യകക്ഷികളും. അത് മാത്രമല്ല ഈ പശ്ചിമേഷ്യയിലുള്ള മുഴുവൻ ജനങ്ങളും. കാര്യം ഈ 2 വർഷം നീണ്ടു നിന്ന ഒരു യുദ്ധത്തിന് ഒരു വിരാമം വരും, താൽക്കാലികമായ ഒരു വെടിനിർത്തൽ വരും എന്നുള്ള വാർത്തകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ ദോഹയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയെ സഹായിക്കാനായിട്ട് ഖത്തറും അതുപോലെ ഈജിപ്തുമുണ്ട്. ഈ വെടിനിർത്തലിന്റെ കരട് രൂപം തയ്യാറായി കഴിഞ്ഞു. അത് ഇരു കക്ഷികൾക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇസ്രായേൽ ഏതാണ്ട് തത്വത്തിൽ അത് സമ്മതിച്ച നിലയിലാണ്. ഇനി ഹമാസിന്റെ ഭാഗത്തു നിന്നാണ് അതിന്റെ ഉത്തരം വരേണ്ടിയിരിക്കുന്നത്. നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവന പ്രകാരം ഇരുവരും ഇത് സംബന്ധിച്ച് കൈകൊടുത്തു കഴിഞ്ഞു. ഇനി അത് പ്രാവർത്തികമാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് അർദ്ധരാത്രിയോടുകൂടി ഈ ഒരു വാർത്ത നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിന്റെ ആദ്യഘട്ടത്തിൽ 42 ദിവസത്തെ വെടിനിർത്തലാണ്. ഇതിന്റെ ആദ്യഘട്ടത്തിൽ 33 ബന്ദികളെ വിട്ടു നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ പലരും ജീവനോടെ ഉണ്ടോ എന്നുള്ളൊരു സംശയം ഇസ്രായേലിനുണ്ട്. 250 പേരെയായിരുന്നു ബന്ദികളാക്കിയത്. ഇതിൽ 34 പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ഈ ബന്ദികൾ ആരൊക്കെ എന്ന് തീരുമാനിക്കാനായിട്ട് മൊസാദിന്റെ ചീഫ് ഖത്തറിൽ എത്തിയിട്ടുണ്ട്. US പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രസ്താവനയും വന്നിട്ടുണ്ട്. ഇനിയും വെറും 5-6 ദിവസങ്ങൾ മാത്രമാണ് അദ്ദേഹം അധികാരത്തിലുള്ളത്. അദ്ദേഹം പറഞ്ഞത് ഈ വെടിനിർത്തൽ കരാർ നടപ്പിലാകുകയാണെന്നുണ്ടെങ്കിൽ ബന്ദികളെ വീണ്ടും കിട്ടും, ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പറ്റും, അതുപോലെ ഈ യുദ്ധഭൂമിയിലേക്ക് കൂടുതൽ മാനുഷിക സഹായം എത്തിക്കുവാനും സഹായിക്കും. ഈ വെടിനിർത്തൽ കരാറിന്റെ 16-ാം ദിവസം അത് 2ാം ഘട്ടം ആരംഭിക്കും. അന്നായിരിക്കും കൂടുതൽ ബന്ദികളെ വിട്ടുകിട്ടുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുന്നത്. അതോടുകൂടി ഒരുപക്ഷെ ഈ യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ള സാധ്യത തെളിയുകയും ചെയ്യും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സമായിട്ട് നേരത്തെ നിന്നിരുന്നത് ഫിലഡൽഫിയ കോറിഡോർ, അതായത് ഈജിപ്തിന്റെ അതിർത്തിയിൽ ഇസ്രായേൽ സേനയുടെ സൈന്യം നിൽക്കുന്നതായിരുന്നു. എന്നാൽ ഇത് ഹമാസ് തത്വത്തിൽ സമ്മതിച്ചതുകൊണ്ട് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. വളരെ നമുക്ക് സന്തോഷം തോന്നുന്നൊരു വാർത്തയാണ് പറഞ്ഞിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ സമാധാനം ഈ വന്നാലും അത് പോകാനൊക്കെ സാധ്യതയുള്ള സ്ഥലമാണ്. എന്നാൽ പോലും സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവ് പറക്കാൻ സാധ്യതയുണ്ട്. ഹമാസും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഇസ്രയേലും ഒരു ഉടമ്പടിയിൽ ഒപ്പിടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഖത്തറാണ് ഇതിൻ്റെ ഇടനിലക്കാരനായി നിൽക്കുന്നത്.